നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻസ് ആണ്. കോസ്റ്റിംഗ് മെത്തേഡ്സും ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഷോർട്ട് നോട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അനുസരിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. എന്താണ് അതിനകത്ത് പറയുന്നത് അതിനെ ഞാൻ ചുരുക്കി ഇവിടെ പറയാം. ഓക്കെ. നോക്കൂ, ജോബ് കോസ്റ്റിംഗ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിലെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ് ആണ്. നമ്മുടെ എന്താണ് സ്റ്റഡി മെറ്റീരിയലിൽ ഒരു അത്യാവശ്യം 2 പാരഗ്രാഫായിട്ട് ഒരു വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയലിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഓരോ കോസ്റ്റിങ്ങിനെ കുറിച്ചും. നിങ്ങൾ അത് നിങ്ങൾ കൺസെപ്റ്റ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കണം. സ്റ്റഡി മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് വലിയ അളവിൽ എഴുതാൻ അത് ആവശ്യമാണ്. ഓക്കെ. അപ്പൊ നോക്കുക, ജോബ് കോസ്റ്റിംഗ് എന്താണ്? ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ജോബ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് വെൻ പ്രൊഡക്ഷൻ ഈസ് ഡൺ ബേസ്ഡ് ഓൺ സ്പെസിഫിക് കസ്റ്റമർ ഓർഡർ ആൻഡ് ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് യൂണിറ്റ് ഫോർ കോസ്റ്റിംഗ്. അതായത് ഏത് ടൈപ്പ് സ്ഥാപനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുടെ ഓർഡറിനനുസരിച്ചിട്ട്, അതായത് നമുക്കറിയാം പ്രൊഡക്റ്റുകൾ ടൈലർ മെയ്ഡ് ഉണ്ടാവും, അതുപോലെ തന്നെ റെഡിമെയ്ഡ് പ്രൊഡക്റ്റുകളും ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതിൽ ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റിനെ പറ്റി എന്താണ് അറിയാലോ? ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ എന്താണ് കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യങ്ങൾ പറയുന്നതിനനുസരിച്ച് എന്താണ് അവരുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞത്. റെഡിമെയ്ഡ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് ഒരു കോമൺ എന്താണ് ഒരു ഫിനോമിനയിൽ കമ്പനി തന്നെ എന്ത് ചെയ്യുന്നു, തയ്യാറാക്കി വെക്കുന്ന പ്രൊഡക്റ്റുകളാണ് റെഡിമെയ്ഡ് പ്രൊഡക്റ്റുകൾ. അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുക. ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഓർഡറിന് അനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങൾ, വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. ആ സ്ഥാപനങ്ങൾ അവരുടെ എന്താണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് എന്ത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. എ കസ്റ്റം ഫർണിച്ചർ മേക്കർ റിസീവ് ആൻ ഓർഡർ ഫോർ എ യൂണിക് ഡൈനിങ് ടേബിൾ. ഓക്കെ. അതായത് എന്താണ് ഫർണിച്ചർ ഷോപ്പ്, നമുക്കറിയാം ഫർണിച്ചർ ഷോപ്പിൽ നമുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫർണിച്ചേഴ്സ് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം, അല്ലെ? അതുപോലെ തന്നെ എന്താണ് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഓർഡർ റിസീവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റമേഴ്സ് പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്യും, ആ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. ഓക്കെ. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഓക്കെ. അപ്പൊ ദ കമ്പനി കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ ആ കമ്പനി ആ ഒരു ഡൈനിങ് ടേബിൾ എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന പ്രൊഡക്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ഡൈനിങ് ടേബിൾ സ്പെസിഫിക്കലി ആ ഒരു ഡൈനിങ് ടേബിളിന് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എത്ര വരുന്നു, ലേബർ ചാർജ് എത്ര വരുന്നു, ഓവർഹെഡ് ചാർജ് എത്ര വരുന്നു എന്ന് ആ ഒരു സ്പെസിഫിക്കലി ആ ഒരു ടേബിളിന് എത്ര വരുന്നു എന്ന് നോക്കിയിട്ടാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു ജോബിന് എത്ര ചെലവ് വരുന്നു എന്ന് കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്ത നോക്കിയേ. അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. നോക്കൂ, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ടു ലാർജ് ലോങ് ടേം പ്രൊജക്ട് ദാറ്റ് യൂഷ്വലി ടേക്ക് പ്ലേസ് ഓവർ എക്സ്റ്റെൻഡഡ് പീരീഡ് ആൻഡ് അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻസ്. ഇപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് അതിന്റെ പേര് തന്നെയുണ്ട്. അതായത് ഈ കോൺട്രാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്ത് കോൺട്രാക്റ്റുകൾ, വലിയ വലിയ വർക്കുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കോൺട്രാക്റ്റുകൾ എൻ്റർ ചെയ്യുക. അപ്പം അവിടെ ഓരോ കോൺട്രാക്റ്റിലും എത്രത്തോളം ചെലവ് വരുന്നു, ആ കോൺട്രാക്ട് എന്താണ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് അനുസരിച്ച് ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആവാൻ എത്ര ചെലവ് വരുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിനെയാണ് എന്ത് വിളിക്കുന്നത്, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മൾ എന്താണ് റോഡിന്റെ കൺസ്ട്രക്ഷൻസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്, ഡാം പോലെയുള്ള കൺസ്ട്രക്ഷൻ, അങ്ങനെ വലിയ വലിയ കൺസ്ട്രക്ഷൻസ് വർക്കുകളാണ്, അങ്ങനത്തെ ഏരിയകളാണ് സാധാരണയായിട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഇങ്ങനെ ലോങ് ടേം പ്രൊജക്ടുകളുടെ എന്താണ് കോസ്റ്റ് ഡിറ്റർമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ കോസ്റ്റിംഗ് മെത്തേഡാണ് എന്ത് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നോക്കൂ, എ കൺസ്ട്രക്ഷൻ കമ്പനി ഈസ് contracted to build a highway over 3 years. The company tracked the cost of material, labor and machinery specifically for this project. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്ത് ചെയ്തു, ഒരു 3 വർഷം കൊണ്ട് ഒരു ഹൈവേയുടെ കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു പ്രൊജക്ട് ഏറ്റെടുത്തു വിചാരിക്കുക. അപ്പൊ കമ്പനി ആ കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന് വേണ്ട കോസ്റ്റ് കമ്പ്യൂട്ടറിന് എങ്ങനെയായിരിക്കും, ആ ഒരു സ്പെസിഫിക്കലി ആ ഒരു എന്താണ് ഒരു ഹൈവേ നിർമ്മാണത്തിന് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ്, മെഷീനറിക്ക് വരുന്ന ചെലവുകൾ, ഇതെല്ലാം കൂട്ടിയിട്ടാണ് ആ ഒരു കോസ്റ്റ് അവർ ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ കമ്പനി ഇവിടെ ഈ കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ പ്രത്യേകത, ഓരോ കോൺട്രാക്ടിനും ഒരു സെപ്പറേറ്റ് എന്തുണ്ടാവും, സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യും. ഓക്കെ. ഒരേ കമ്പനി തന്നെ, ഇപ്പൊ ഒരാളുകൾ ലേബർ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് നമ്മുടെ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം
അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വർക്കുകൾ എടുക്കുന്ന ഒരു വലിയ ഹൈവേ പ്രൊജക്ടുകളൊക്കെ എടുക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവര് ഈ കോൺട്രാക്ട് എടുക്കുമ്പോൾ എന്താണ്, അവർ ചിലപ്പോൾ റോഡ് ഉണ്ടാക്കുന്നുണ്ടാവും, അവർ ചിലപ്പോൾ എന്താണ് ഡാമിനുമായി ബന്ധപ്പെട്ട വേറെ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർ ചെയ്യുന്ന പ്രൊജക്ടുകൾ ഒക്കെ ഓരോ പ്രൊജക്ടിനും അവർ സെപ്പറേറ്റ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്താണ് ഡോക്യുമെന്റ്സ് അവർ കീപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ്. ഓക്കെ, നോക്കൂ, ഓരോ കോൺട്രാക്ട് കോസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പറഞ്ഞെന്താന്ന് നോക്കൂ. And this method used in case of big jobs and therefore the principle of job costing are applied to contract costing. അപ്പൊ എന്താണ് ജോബ് കോസ്റ്റിംഗ് പോലെ തന്നെയാണ് എന്താണ് അവിടെയും സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡറിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജോബ് കോസ്റ്റിംഗിന്റെ അതേ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഹെവി എക്സ്പെൻഡിച്ചർ വരുന്ന വർക്കുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ കോൺട്രാക്ടിനും ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് തന്നെ, അതായത് ജോബ് കോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ എന്താണ് ഓരോ റിക്വയർമെന്റ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ജോബ് കോസ്റ്റിംഗ് പോലെ തന്നെയാണ് എന്ത് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗിന്റെ അതേ പ്രിൻസിപ്പിൾ തന്നെ വെച്ച് ചെയ്യുന്ന കാര്യം തന്നെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ജോബ് കോസ്റ്റിംഗിനെ പോലെ ചെറിയ എമൗണ്ടിലുള്ള വർക്കുകളായിരിക്കില്ല, എന്താണ് ഹെവി എക്സ്പെൻഡിച്ചർ വരുന്ന വർക്കുകളായിരിക്കും ഇതിനകത്ത് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി എടുക്കുക. ഓക്കെ, അതായത് ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടി, റോഡ്, ഷിപ്പ് ബിൽഡിംഗ്, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കോൺട്രാക്ട് കോസ്റ്റിംഗിന് അകത്ത് വരിക. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, മൂന്നാമത്തെ എന്താണ് ബാച്ച് കോസ്റ്റിംഗ്. ഓക്കെ, ബാച്ച് പേര് തന്നെയുണ്ട്, ബാച്ച് ഒരു കൂട്ടമായിട്ട്. ഓക്കെ, ദിസ് മെത്തഡ് ഈസ് യൂസ്ഡ് വെൻ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബാച്ച് ഓർ ഗ്രൂപ്പ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ബാച്ച് ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഈ ഒരു മെത്തഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് ഒരു ബാച്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേസിൽ, അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാച്ച് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ എത്ര ചെലവ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. എ ബേക്കറി പ്രൊഡ്യൂസിങ് 1000 മുൻഫൈൻ in one batch would calculate the total cost of ingredient. അപ്പോൾ നോക്കൂ, എ ബേക്കറി പ്രൊഡ്യൂസിങ് 1000 മഫിൻസ് ഇൻ വൺ ബാച്ച് വുഡ് കാൽക്കുലേറ്റ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയന്റ്. എങ്ങനെയായിരിക്കും? ലേബർ, ഓവർഹെഡ്, അങ്ങനെ. അതായത് ഇവിടെ എന്താ വെച്ചാൽ മഫിൻസ് എന്ന് നമുക്കറിയാം എന്താണ് ഈ ഒരു ടൈപ്പ് കേക്കാണ്, നമ്മൾ കപ്പ് കേക്ക് എന്ന് പറയുന്ന ടൈപ്പ് കേക്കിനെയാണ് ഈ മഫിൻസ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു ബേക്കറി എന്താണ് ഒരു കപ്പ് കേക്കിന് എത്ര ചെലവ് വരുന്നു എന്നുള്ളതല്ല, ഒരു ബാച്ച് ഓഫ് കപ്പ് കേക്ക് 1000 കപ്പ് കേക്ക് അല്ലെങ്കിൽ മഫിൻസിന് എത്ര ചെലവ് വരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇതിന്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് നോക്കൂ, എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സിംഗിൾ കോസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, ദിസ് മെത്തഡ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വേർ പ്രൊഡക്റ്റ് ആർ ഐഡന്റിക്കൽ ആൻഡ് പ്രൊഡ്യൂസ്ഡ് കണ്ടിന്യൂസ്ലി. ഇറ്റ് ഹെൽപ്പ് ഇൻ ഡിറ്റർമൈനിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് എന്താണ് ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് വിചാരിക്കുക. അപ്പോൾ അവർ എന്താണ് അത് തുടർച്ച അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സെയിം ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്. അത്തരം സ്ഥാപനങ്ങൾ എന്താണ് അവർ ഒരേ ടൈപ്പ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു യൂണിറ്റിന്റെ ചെലവ് എത്ര വരുന്നു, ഒരു യൂണിറ്റിന് എത്ര ചെലവ് വരുന്നു കണ്ടുപിടിച്ചാൽ മതി, അല്ലെ? കാരണം എന്താണ് നമ്മൾ പിന്നീടുള്ള എല്ലാ പ്രൊഡക്ഷനും നടത്തുന്നത് അതേ ടൈപ്പ് ഉൽപ്പന്നമാണ്. അപ്പൊ അതാണ് എന്ത് യൂണിറ്റ് കോസ്റ്റിംഗ്. അത്തരം സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, എ സിമെന്റ് ഫാക്ടറി പ്രൊഡ്യൂസിങ് സിമെന്റ് ബാഗ് കണ്ടിന്യൂസ്ലി കാൽക്കുലേറ്റ് ദി കോസ്റ്റ് പെർ ബാഗ് ബൈ ഡിവൈഡിംഗ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പം സിമെന്റ് ഫാക്ടറിയിൽ എന്താണ് ഓരോ ബാഗ്, ഓരോ ചാക്ക് സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഓരോ ചാക്കിനും ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്താണ് അവർ ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എത്ര ചാക്ക് ഉൽപ്പാദിപ്പിച്ചു, ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു, ഡിവൈഡ് ബൈ എത്ര ചാക്ക് ഉൽപ്പാദിപ്പിച്ചു, അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും, ഒരു യൂണിറ്റിന് എത്ര ചെലവ് എന്നുള്ളത് കിട്ടും, അല്ലെ? അപ്പോൾ അത്തരം എന്താണ് ഒരു ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് എന്താണ് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് സെയിം പ്രൊഡക്റ്റ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് പ്രോസസ് കോസ്റ്റിംഗ്. നോക്കുക, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് എന്താണ്? പ്രോസസ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ കമ്പനി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് ഡിഫറെന്റ് പ്രോസസ്സിലൂടെയാണ്, ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ്. ഓക്കെ, ഒരു സിംഗിൾ എന്താണ് പ്രോസസ്സിലൂടെ, അതായത് റോ മെറ്റീരിയൽ നേരിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുകയല്ല അവിടെ ചെയ്യുന്നത്. അവിടെ പകരം എന്താണ് റോ മെറ്റീരിയൽ ആദ്യം ഒന്നാമത്തെ പ്രോസസ്സ് കഴിഞ്ഞ്, രണ്ടാമത്തെ പ്രോസസ്സ് കഴിഞ്ഞ്, മൂന്നാമത്തെ പ്രോസസ്സ് കഴിഞ്ഞ്, അങ്ങനെ 1, 2, 3, 4 പ്രോസസ്സുകൾ കഴിഞ്ഞ ശേഷം ഫിനിഷ്ഡ് ഗുഡ്സ് ആവുകയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, in an oil refinery, crude oil pass through several processes like distillation, cracking, and blending. The cost production is calculated at each stage.
and the final cost of the refined oil is the total of all these process. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞ ക്രൂഡ് ഓയിലാണ്. ആ ക്രൂഡ് ഓയിലിൽ നിന്നാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള എന്ത് പെട്രോൾസ്, ഡീസൽ, എന്താണ് ഗ്യാസ്, ഓയിൽസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പം ഇത്തരം ഇതിന് പല ഡിഫറെന്റ് പ്രോസസ്സുകൾ കടന്നു പോയാൽ മാത്രമേ അത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം എന്താണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? അങ്ങനെ ഓരോ പ്രോസസ്സിലും ഓരോ സ്റ്റേജിലും നമുക്ക് എത്ര ചെലവ് വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ഏറ്റവും ഫൈനൽ പ്രോസസ്സിൽ എത്തുമ്പോൾ എന്താണ് എത്രയാണ് ദ ഫൈനൽ കോസ്റ്റ് ഓഫ് ദി റിഫൈൻഡ് ഓയിൽ ഈസ് ദി ടോട്ടൽ ഓഫ് ഓൾ ദീസ് പ്രോസസ്. അപ്പോൾ എന്താണ് നമ്മള് ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ആ ഫൈനൽ പ്രോസസ്സിൽ നമ്മുടെ ബാക്കിൽ വന്നിട്ടുള്ള എല്ലാത്തിന്റെയും കോസ്റ്റ് അതിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒന്നാമത്തെ പ്രോസസ്സിന്റെ ഇൻപുട്ട് ആയിരിക്കും അടുത്ത പ്രോസസ്സിന്റെ ഒന്നാമത്തെ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും രണ്ടാമത്തെ പ്രോസസ്സിന്റെ ഇൻപുട്ട്. അങ്ങനെ ലാസ്റ്റ് പ്രോസസ്സിൽ എത്തുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ആ രീതിയാണ് ഇത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര ചെലവ് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിന്റെ ഗുണമായിട്ട് പറയുന്നത്. ഓക്കെ, പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ ഡിഗ്രി ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ സർവീസസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ സർവീസ് റാദർ ദാൻ ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആൻഡ് കോസ്റ്റ് ആർ കാൽക്കുലേറ്റഡ് പെർ സർവീസ് യൂണിറ്റ്. അതായത് നമ്മൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം സർവീസസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവർ നൽകുന്ന സർവീസസിന് എന്ത് കോസ്റ്റ് വരുന്നുണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, എ ട്രാൻസ്പോർട്ട് കമ്പനി കാൽക്കുലേറ്റ് ദി കോസ്റ്റ് പെർ കിലോമീറ്റർ പെർ പാസഞ്ചർ. അല്ലെ, നമുക്കറിയാം എന്താണ് ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല ഒരു സ്ഥലത്ത് നിന്നും ഒരു ആളെ എന്താണ് ഒരു പാസഞ്ചറെ മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എത്ര കിലോമീറ്റർ പെർ പാസഞ്ചർ, ഒരു പാസഞ്ചർക്ക് ഒരു കിലോമീറ്ററിന് എത്ര ചെലവ് വരുന്നു, ആ രീതിയിലാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അത് ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അവരുടെ കോസ്റ്റ് ഡിറ്റർമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡിനെ വിളിക്കുന്നവരാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. നോക്കുക. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് വെൻ പ്രൊഡക്റ്റ് ഈസ് കമ്പോസ്ഡ് സെവറൽ കോമൺ ഇറ്റ്സ് ഓൺ കോസ്റ്റ് സ്ട്രക്ചർ. അതായത് എന്താണ് മൾട്ടിപ്പിൾ എന്ന വാക്ക് തന്നെ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പല കോസ്റ്റിംഗ് ടെക്നിക് ഉണ്ടല്ലോ. അപ്പൊ ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നു, ആ സ്ഥാപനത്തിനകത്ത് ഒന്നിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഓരോ ടൈപ്പ് ഓരോ നാച്ചുറൽ വരുന്ന ഉൽപ്പന്നങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പൊ ഓരോന്നിനും അതിന്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് പല ടെക്നിക്ക്. ഇപ്പൊ എന്താണ് ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഒരു കോസ്റ്റ് സ്ട്രക്ചറിൽ ഒന്ന് ഐഡന്റിക്കൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ യൂണിറ്റ് കോസ്റ്റിംഗ് ടെക്നിക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവരുടെ മറ്റൊരു ഉൽപ്പന്നം എന്താണ് ഡിഫറെന്റ് പ്രോസസ്സിലൂടെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവരവിടെ പ്രോസസ് കോസ്റ്റിംഗ് ടെക്നിക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സ്ഥാപനം തന്നെ എന്താണ് പ്രോസസ് കോസ്റ്റിംഗും അതുപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റിംഗും മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ എക്സാമ്പിൾ. In a car manufacturing, the cost component like the engine, wheel and body are calculated separately using the different method. ഓക്കെ, അപ്പൊ നമുക്കറിയാം കാർ മാനുഫാക്ചറിംഗിൽ എന്താണ് നമുക്ക് കാറിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് അതിന്റെ എഞ്ചിൻ, അതിന്റെ വീല് അല്ലെ, അപ്പൊ അതിന്റെ ബോഡി. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നിനും ഓരോരോ പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ എഞ്ചിൻ എന്താണ് നമ്മൾ ബാച്ച് ആയിട്ടാണ് നോക്കുന്നുണ്ടാവും അല്ലെ. അതുപോലെ വീൽസ് ഒക്കെ ബാച്ച് ആയിട്ടാവും നമ്മൾ നോക്കുന്നുണ്ടാവുക. എഞ്ചിൻ പ്രോസസ് കോസ്റ്റിംഗ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാറിന്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് ബാച്ച് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗും പ്രോസസ് കോസ്റ്റിംഗ് അങ്ങനെയുള്ള മെത്തേഡുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് നോക്കൂ യൂണിഫോം കോസ്റ്റിംഗ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മൾട്ടിപ്പിൾ കോസ്റ്റിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് യൂണിഫോം കോസ്റ്റിംഗ്? refers to a standardized system of costing used by multiple companies in the same industry to facilitate comparison and efficiency. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ ഇൻഡസ്ട്രി ഒരേ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മൾട്ടിപ്പിൾ കമ്പനീസ് അവർക്ക് കമ്പാരിസൺ സാധ്യമാകുവാൻ വേണ്ടി അവർ എന്താണ് പരസ്പരം അവർ കമ്പയർ ചെയ്യാൻ അവർക്ക് സാധ്യമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഫിലിം ഇൻഡസ്ട്രീസിലുള്ള എല്ലാ ഫിലിം മേക്കേഴ്സും അവര് കോസ്റ്റ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് ഒരേ മെത്തഡ് യൂസ് ചെയ്യുക.
ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അപ്പോൾ നമുക്ക് അപ്പോൾ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ മേഖലയിലുള്ള ഇൻഡസ്ട്രീസിലുള്ള സ്ഥാപനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഓരോരോ രീതിയിലുള്ള കോസ്റ്റിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്യുക. അതാണ് യൂണിഫോം കോസ്റ്റിംഗ്. അപ്പോൾ ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്ന സ്ഥാപനങ്ങൾ ഒരേ തരത്തിലുള്ള എന്താണ് കോസ്റ്റിംഗ് മെത്തേഡുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ എക്സാമ്പിൾ. സെവറൽ ഡയറി കമ്പനീസ് അഗ്രി ഓൺ കോമൺ കോസ്റ്റിംഗ് മെത്തേഡ് അലോയിങ് ദം ടു കമ്പയർ പ്രൊഡക്ഷൻ കോസ്റ്റ് or improve pricing strategy. Each company use the same criteria to calculate the cost per liter or milk. അപ്പോൾ എന്താണ് ഡയറി കമ്പനീസ് ആണെങ്കിൽ എന്താണ് പാലുൽപാദന കമ്പനികൾ അവരെന്ത് ചെയ്യുന്നു, ഒരേ കോസ്റ്റിംഗ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നു. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു കോസ്റ്റ് കമ്പാരിസൺ പ്രൈസിങ് സ്ട്രാറ്റജി ഒക്കെ എന്താണ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഒരേ ക്രൈറ്റീരിയ കോസ്റ്റ് പെർ ലിറ്റർ ഓഫ് മിൽക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എല്ലാ കമ്പനീസും ഫോളോ ചെയ്യുന്ന എന്തായിരിക്കും, ഒരേ ഒരു ക്രൈറ്റീരിയ തന്നെ ഒരേ ഒരു മെത്തഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന ഇതിൽ പറയുന്നത്. അത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് 8 മെത്തേഡ്സ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സും വായിക്കുക. പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ ഡീറ്റെയിൽഡ് നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി, ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാസ്റ്റേഴ്സ് ഡിഗ്രി ആണല്ലോ നിങ്ങൾ എടുക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, അത് വെച്ച് നിങ്ങൾ എഴുതുക, എക്സാമ്പിളൊക്കെ കോട്ട് ചെയ്തിട്ട് കേട്ടോ. നെക്സ്റ്റ് എന്താണ് ഇനി നമ്മൾ നോക്കുന്നത്, ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് പ്രധാനപ്പെട്ട പഠിച്ചതാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് കോസ്റ്റിംഗിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ സർവീസസിന്റെയോ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്നവരാണ് കോസ്റ്റിംഗ് എന്ന്. അപ്പോൾ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റ് ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ഡിഫറെന്റ് ടെക്നിക്സിനെ വിളിക്കുന്നവരാണ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ, നോക്കുക നിങ്ങൾ മാർജിനൽ കോസ്റ്റിംഗ് അതിൽ ഒന്നാമത് നോക്കി. മാർജിനൽ, ദിസ് മെത്തേഡ് ഫോക്കസ് ഓൺ വേരിയബിൾ കോസ്റ്റ്, example material labor, and ignore fixed cost to help managers make decision based on the marginal cost of production producing one more unit. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് മാർജിനൽ എന്ന് പറഞ്ഞാൽ. എന്താണ്, ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റിനെ വിളിക്കുന്നവരാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് ഈ അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് വേരിയബിൾ കോസ്റ്റ് ആണ് അല്ലെ. കാരണം ഓരോ അഡീഷണൽ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ആ ചേഞ്ച് വരുത്തുന്ന കോസ്റ്റിനെ വിളിക്കുന്നവരാണ് വേരിയബിൾ കോസ്റ്റ് അല്ലെ, അറിയാലോ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ എന്താണ് പ്രൈസിങ്ങോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ. എ ടോയ് കമ്പനി കൺസിഡർ ഓൺലി ദ വേരിയബിൾ കോസ്റ്റ് പ്ലാസ്റ്റിക് ലേബർ ഫോർ പ്രൊഡ്യൂസിംഗ് extra batch of toys. If the selling price cover this cost, it decide to produce more toys without considering fixed cost like factory rent. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോയ്സ് കമ്പനി എന്താണ്, ടോയ്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി അവർ അവരുടെ വാല്യബിൾ കോസ്റ്റ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ടോയ്സിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാനും സെല്ലിംഗ് പ്രൈസ് ഒക്കെ തീരുമാനിക്കാൻ വേണ്ടി ഇരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഒരുപാട് ടോയ്സ് ഉൽപ്പാദിപ്പിച്ച് ആ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ സെല്ലിംഗ് പ്രൈസിൽ. അപ്പോൾ അതിലൂടെ അവരുടെ എന്ത് ചെയ്യുന്നു, ഫിക്സ്ഡ് കോസ്റ്റ് അവർക്ക് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ്, അപ്പോൾ അവർക്ക് എന്താണ് ഓഫീസ് റെന്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ എന്താണ് മറ്റ് മെഷീനറിയുടെ ചെലവുണ്ട്, ഒക്കെ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പൊ അതിനൊക്കെ വരുന്ന ചെലവുകൾ അവരെന്ത് ചെയ്യും, ഈ മാർജിനൽ കോസ്റ്റിംഗ് കണ്ടെത്തിയിട്ടുള്ള കോസ്റ്റ് പ്ലസ് ഒരു സർട്ടൻ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതിലൂടെ അവരത് റിക്കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് പ്രൈസ് തീരുമാനിക്കാൻ വേണ്ടി ജസ്റ്റ് അവർ എന്ത് മാത്രമേ നോക്കുള്ളൂ, വാരിയബിൾ കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് അടുത്ത ടെക്നിക്ക് അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. നോക്കൂ, ബോത്ത് ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫിക്സ്ഡ് കോസ്റ്റ് ആർ സ്പ്രെഡ് അക്രോസ് ഓൾ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എന്താണ്, നമ്മൾ ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. രണ്ടിനെയും അവിടെ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് വെച്ചാൽ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അത്രയും യൂണിറ്റിലേക്ക് അതിനെന്ത് ചെയ്യുക, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. പിന്നെ വാരിയബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റ് ആണല്ലോ. അപ്പൊ അത് പ്ലസ് എന്താണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്ന കോസ്റ്റ് രണ്ടും കൂടി കൂട്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ടെക്നിക്കിനെ വിളിക്കുന്നവരാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തത്
ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് പേര് തന്നെയാണ് ഹിസ്റ്റോറിക്കൽ പേര് തന്നെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഇസ് എ കോസ്റ്റ് കാൽക്കുലേറ്റ് ആഫ്റ്റർ ദ ഇൻകോർഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഡാറ്റ. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസസിന്റെ കോസ്റ്റ് നമ്മൾ കോസ്റ്റ് ഇൻകർ ചെയ്തതിനു ശേഷം ഓരോ പ്രൊഡക്റ്റും ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ ശേഷം ഓരോ സർവീസ് റെൻഡർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആ റെൻഡർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെൻഡർ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകൾ ആക്ച്വൽ എക്സ്പെൻസസുകൾ കൂട്ടി നോക്കി കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Okay, a manufacturing company produce textiles and after a batch is completed, it is calculated the total. അപ്പൊ എന്താണ് ഒരു മാനുഫാക്ചറിങ് കമ്പനി ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു അവർ അതിന്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടൈപ്പാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ലാസ്റ്റ് ടൈപ്പാണ് നോക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇൻവോൾവ് സെറ്റിംഗ് എ പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ആൻഡ് കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് ദീസ് സ്റ്റാൻഡേർഡ് ടു മെഷർ എഫിഷ്യൻസി ആൻഡ് കൺട്രോൾ കോസ്റ്റ്. അപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ക്ലാസ്സുകളിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വേരിയൻസ് പരസ്പരം റിലേറ്റഡ് ആണ്. കാരണം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് എത്ര ചെലവ് വരുമെന്ന് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യും, മുൻകൂട്ടി തീരുമാനിച്ചു വെക്കും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന് ആക്ച്വലി എത്ര കോസ്റ്റ് വന്നു നമ്മൾ കണ്ടെത്തും. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചപ്പോൾ നമുക്ക് ആക്ച്വലി വന്ന കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റും നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അത് കമ്പയർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ വേരിയേഷൻസിനുള്ള കാരണം മനസ്സിലാക്കുന്നു. അതിന് വേരിയേഷൻസ് പോസിറ്റീവ് നെഗറ്റീവ് വേരിയേഷൻസ് ഉണ്ടാവാം. പോസിറ്റീവ് വേരിയേഷൻസ് ആണെങ്കിൽ നമ്മൾ തുറന്നു പോകും. നെഗറ്റീവ് വേരിയേഷൻസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ അത് ഇല്ലാതാക്കാനുള്ള എഫിഷ്യൻസി കൺട്രോൾ മെഷേഴ്സ് എടുക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ഇനി പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും പോർഷൻസ് നിങ്ങളൊന്ന് എന്താണ് വീഡിയോ കണ്ടതിന് ശേഷം സ്റ്റഡി മെറ്റീരിയലിലെ ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. ഗ്രൂപ്പിലാണ് സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിലാണ് ചോദിക്കേണ്ടത്, ഇൻഡിവിജ്വലി ചോദിക്കേണ്ടെന്നാണ് ഞാൻ അതിനേക്കാൾ നല്ല ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ ഓരോ കുട്ടികളുടെ ഡൗട്ട് എന്നുള്ള മറുപടി ഗ്രൂപ്പിൽ ഇടുമ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഡൗട്ടുകൾക്കുള്ള സാധ്യത ഈ ഒരു ഏരിയയിൽ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ശരി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.